കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിനെതിരെയുള്ള ഉപദേശ ഖണ്ഡനങ്ങൾക്കുള്ള മറുപടി എന്ന പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് റിലീസ് ആവുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് പെരുന്നാളിൽ അല്ല എന്നൊരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ലോകം ഒട്ടാകെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തെറ്റായ പഠിപ്പിക്കലാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് പെരുന്നാളിലെ ആത്മപകർച്ചയിലാണ് എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. ഇത് നാം അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീപ്ലേസ്മെന്റ് തിയോളജി എന്നൊരു മഹാദുരന്തം അല്ലെങ്കിൽ ഒരു മഹാവിഷം സാത്താൻ വളരെ സമർത്ഥമായി ക്രിസ്തന്റത്തിൽ ഇൻജക്ട് ചെയ്ത് ചേർത്തിരിക്കുന്നു. ഇന്നത് ക്രിസ്തന്റത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നാം ആ ഒരു റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്ന ഒരു വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയാത്ത രീതിയിൽ അത് പൂർണ്ണമായിട്ട് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. തൽഫലമായി നാം വാഗ്ദത്ത ഇസ്രായേൽ ആണെന്നും സിയോൻ സഞ്ചാരിയായി നാം വാഗ്ദത്ത സിയോനെ അല്ലെങ്കിൽ വാഗ്ദത്ത കനാനെ നോക്കി ഓടുന്നുവെന്നും ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ നമ്മുടെ വാഗ്ദത്തങ്ങളും നമ്മുടെ കൽപ്പനകളും ഒക്കെ ആയി മാറിയെന്നും നാം വിശ്വസിച്ചിരിക്കുന്നു. കാരണം യഹൂദൻ കർത്താവിനെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ അവനെ ക്രൂശിച്ചു കൊന്നുവെന്നും, എന്നാൽ തുടർന്ന് 12 അപ്പോസ്തലന്മാരിൽ കൂടി അവരോട് ദൈവം കരുണ കാണിക്കാനും സുവിശേഷം അറിയിക്കുവാനും ശ്രമിച്ചുവെങ്കിലും ആ 12 അപ്പോസ്തലന്മാരെ കൂടെ അവർ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെയും അവരുടെ ദേശത്തെയും ചുട്ടു ചാമ്പലാക്കിയെന്നും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവരുടെ ആലയം വരെ തകർക്കപ്പെടുകയും അവരങ്ങനെ അന്യദേശത്തേക്ക് അഭയാർത്ഥികളായി ഓടിപ്പോയി എന്നേക്കുമായിട്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു, ദൈവ കോപം അവരുടെ മേൽ വന്നു എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈവിട്ട് കളഞ്ഞ അവരുടെ അനുഗ്രഹവും അവരുടെ അനുഗ്രഹ പദ്ധതികളും ഒക്കെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു റീപ്ലേസ്മെന്റ് ഇവിടെ നടന്നിരിക്കുന്നു. ഇസ്രായേലിന് പകരമായിട്ട് നാം വാഗ്ദത്ത പദ്ധതി നമുക്ക് അന്യജാതിക്കാരായിരുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. നാടൻ ഒരു ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ അനുഗ്രഹം വന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ പല പല ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളും കൂടെ അതിന് കൂട്ടുപിടിച്ച് നാം അതിനെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വേറെ ആടുകൾ നമ്മളാണ് എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാട്ടൊലിവായിരുന്നു നമ്മെ വെട്ടി നല്ല ഒലിവായ ഇസ്രായേലിൽ ഒട്ടിച്ചിരിക്കുന്നു. അതായത് നമ്മളെ ആ ഇസ്രായേൽ ആകുന്ന തായ്തടിയിൽ നമ്മളെ വെട്ടി, കാട്ടൊലിവായി നിന്നിരുന്ന നമ്മളെ വെട്ടി അങ്ങനെ ബഡ് ചെയ്ത് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് അവരോട് ചേർത്തിരിക്കുന്നു. അങ്ങനെ നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതായത് ഈ റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്ന ഈ ഒരു സംഗതി എല്ലാ അർത്ഥത്തിലും നമ്മെ വാഗ്ദത്ത ഇസ്രായേലായി മാറി എന്ന് വിശ്വസിപ്പിക്കുകയും ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ കൽപ്പനകളായി എന്ന് നമ്മൾ അതിനാൽ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം 12 സിംഹാസനത്തിലിരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുവാനായി ദൈവം എണ്ണി 12 ശിഷ്യന്മാരെ എടുത്തിരിക്കുക. അതെല്ലാം ആ ദൈവിക പദ്ധതി, ആ കിങ്ഡം ഗോസ്പലിന്റെ ഭാഗമാണ്. ദൈവം 11 പേരെയോ 13 പേരെയോ എടുക്കുക, അത് കറക്റ്റ് 12 പേരെ എടുത്തിരിക്കുന്നത് 12 ഗോത്രങ്ങളാണ്. അവരെ 12 സിംഹാസനത്തിലിരുന്ന് 12 ഗോത്രത്തിനും ന്യായം വിധിക്കാൻ കർത്താവിനോടൊപ്പം കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ ദൈവം എടുത്തിരിക്കുന്ന ആ 12 അപ്പോസ്തലന്മാരും നമ്മുടെ അപ്പോസ്തലന്മാരായി മാറി. ദൈവം അബ്രഹാമിൽ കൂടി വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന പുത്തനാം യെരൂശലേം അല്ലെങ്കിൽ ആ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ ദേശം ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന, അതിനെ ഭരിക്കുവാനായി ഒരു രാജാവ് നീതിയോടെ അതിനെ നിത്യം വാഴും. കർത്താവ് രണ്ടാമത് വരുന്ന കാര്യത്തെക്കുറിച്ചും പുത്തനാം യെരൂശലേമിൽ അവർ കർത്താവിനോടൊപ്പം വാഴുന്നതിനെ കുറിച്ചും ഒക്കെ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. തലതല്ലി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വാഗ്ദത്ത കനാനും അതിൽ കടക്കുവാനും വേണ്ടിയിട്ടാണ്. അതെല്ലാം നമ്മുടേതായിട്ട് മാറി. പുത്തനാം യെരൂശലേം ഒക്കെ നമ്മുടേതായിട്ട് മാറി. ഈ 12 അപ്പോസ്തലന്മാരും നമ്മുടെ അപ്പോസ്തലന്മാരായിട്ട് മാറി. നമ്മൾ ഇന്ന് അവരുടെ മേൽ പള്ളിക്ക് മേലെ പള്ളി പണിതിരിക്കുക. പത്രോസ്, സെയിന്റ് പീറ്റർ, സെയിന്റ് തോമസ്, ജെയിംസ്, സെയിന്റ് ജോൺ എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് 12 അപ്പോസ്തലന്മാരുടെ മേൽ നമ്മൾ പള്ളി പണിതിരിക്കുക. അവര് നമ്മുടെ അപ്പോസ്തലന്മാരായിട്ട് മാറി. പുത്തനാം യെരൂശലേം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് മാറിയിരിക്കുക. നമ്മൾ 1000 പാട്ടെങ്കിലും ക്രിസ്തീയ കോളത്തിലുണ്ട്. നമ്മൾ ആ യെരൂശലേമായി മാറി, നമ്മുടെ ആ
നമ്മുടെ ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ രീതിയിൽ അത് പാടിയും പറഞ്ഞും വായിച്ചും പ്രസംഗിച്ചും നമ്മുടെ ബ്ലഡിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുക. നമ്മൾ അങ്ങനെ ഒരു വാഗ്ദത്ത ഇസ്രായേലായിട്ട് മാറിയിരിക്കുക. നമ്മുടെ പാട്ടുപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് സിയോൻ ഗീതാവലിയ, സിയോൻ സഞ്ചാരിയ. നമ്മൾ എല്ലാ അർത്ഥത്തിലും ആ വാഗ്ദത്ത നമ്മൾ ആ വാഗ്ദത്ത കനാന്റെ ഭാഗമായി എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഈ ചില പാട്ടുകൾ ഞാൻ മർത്തോമായാലും പെന്തക്കോസ്റ്റിലും ഒക്കെ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആ പ്രാർത്ഥനകളിലൊക്കെ പാടുന്ന പാട്ടുകളാണ്. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഈ ധരയിലെ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുക. നമ്മുടെ ഡ്രീം അത്. ഈ പുത്തനാം യെരൂശലേമിൽ നമ്മൾ എത്തത്തില്ല എന്നുള്ളത് ആ ഒരു സത്യം നമുക്ക് അറിയത്തില്ല. കാര്യം നമ്മളെ ഈ റീപ്ലേസ്മെന്റ് തിയോളജിയിലൂടെ നമ്മൾ ഈ യഹൂദന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുക. ആ മണവാട്ടി സഭ എന്ന് പറയുന്നത് അവരാണ്. ആ മണവാട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ മണവാളനെ കാത്തിരിക്കുക. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയെ കണ്ടോ? മണവാട്ടിയെ മണവാളനെ കാത്തിരിക്കുന്ന വിളക്കിൽ എണ്ണയുമായിട്ട് 10 കന്യകമാര് കാത്തിരിക്കുന്നതും മണവാളൻ ഏത് നേരം വരും, അതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം. കർത്താവ് അവരുടെ മണവാളനാണ്. മണവാട്ടി ഉള്ളവൻ മണവാളന്റെ സ്നേഹിതനോ നിന്ന് അവന്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്നു. മണവാളന്റെ പദ്ധതി മുഴുവനും യഹൂദന്റെ പദ്ധതി. അതാണ് ഉത്തമ ഗീതം ശലോമോൻ എഴുതിയിരിക്കുന്നതിനെ ആ മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ആ കണക്ഷൻ കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ദ സോങ് ഓഫ് സോങ്സ് എന്ന് പറയുന്ന ബുക്ക്. ആ ഉത്തമ ഗീതങ്ങൾ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മള് പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലാകും. നമ്മൾ ഫുൾ ആൻഡ് ഫുൾ മണവാട്ടിയുടെ ഭാഗമായി മാറിയിരിക്കുക. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ നമുക്ക് കാന്തയ്ക്ക് ആർത്തി വളർന്നിട്ട് നമ്മള് ആ മണവാളനെ കാത്തിരിക്കുക. പക്ഷെ ഇതെല്ലാം ഇന്നൊരു യഥാസ്ഥിക ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. ആ നിലയിൽ നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കണ്ണിൽ ഒരുമാതിരി ചെതുമ്പൽ മൂടിയിരിക്കുക. ആ നിലയിൽ നാം വാഗ്ദത്ത ഇസ്രായേലാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുക. എല്ലാ നിലയിലും നാം അവരുടെ പകരക്കാരായി മാറിയിരിക്കുക. ഈ റീപ്ലേസ്മെന്റ് തിയോളജി നാം ആത്മീക ഇസ്രായേൽ ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ചതിയാണ്. ഇതൊരു വൻ ചതിയാണ്. ഇത് എന്താ പറയുക, ഒരു ഡെഡ്ലി ഡേഞ്ചറസ് മിസ്റ്റേക്ക് ആണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയുടെ ഉത്തരവാദിത്വം. ക്രിസ്തീയ ഉപദേഷ്ടാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ തിരുവചനം പഠിക്കുകയും ആത്മാർത്ഥതയോട് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ സംഗതി ദൈവം നമുക്ക് ഈസി ആയിട്ട് വെളിപ്പെടുത്തി തരേണ്ടതാണ്. എന്നാൽ നമ്മള് മുൻപേ ഗമിക്കുന്ന ഗോഹുതന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന മാതിരി നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചു. നമ്മൾ അതിന്റെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആരും തന്നെ ഇതിൽ എന്താണ് മിസ്റ്റേക്ക് നടന്നിരിക്കുന്നതെന്ന് നോക്കാൻ ഒരുത്തർക്ക് സമയവുമില്ല, താല്പര്യവുമില്ല. ഇങ്ങനെല്ലാം ഇതിൽ നമ്മളെ ഈ ഒരു റീപ്ലേസ്മെന്റ് തിയോളജിയിൽ നമ്മളെ ഇതിൽ മുക്കി നിർത്തുവാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടിക്കാരോ ഇവിടുത്തെ മതമോ ഒന്നുമല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. കാര്യം ഈ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി ജനം അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും കാണിച്ചത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2:8 വാക്യത്തിൽ പറഞ്ഞത്, ഹാഡ് ദേ നോൺ ഇറ്റ് they would not have crucified the Lord of glory. അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. എന്തറിഞ്ഞിരുന്നെങ്കിൽ ആ ക്രൂശിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സാത്താൻ ആ ക്രൂശ് നിവർത്തിക്കാനേ അനുവദിക്കത്തില്ലായിരുന്നു. ഇന്ന് ആ ക്രൂശ് നിവർത്തിയായിരിക്കുക. ഇനി സാത്താന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പദ്ധതി ആ ക്രൂശ് നമുക്ക് മറയ്ക്കുക എന്നുള്ളത്. നമ്മൾ അറിയരുത് ആ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയരുത്. ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതി എന്താണെന്ന് ജനം അറിയരുത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന മർമ്മം നാം അറിയരുത്. ഇനി ബൈ ചാൻസ് നമുക്കത് അറിഞ്ഞാലും നമ്മൾ അതിൽ വിശ്വസിക്കരുത്. അത് പറയുന്നവനെ ഉപദ്രവിക്കണം. ആ ഒരു സംഗതി വെളിയിൽ വരാൻ ഇടയാകരുത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സാത്താന്യ ശക്തിയാണ്. അത് നമുക്കത് മനസ്സിലാകാതിരിക്കണം, നമ്മളത് വിശ്വസിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെട്ടുകഥ പറഞ്ഞാൽ പറ്റത്തില്ല. അതിന് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായ എന്തെങ്കിലും കാര്യം പറഞ്ഞാലേ ജനത്തിനെ അതിൽ തളയ്ക്കാൻ കഴിയുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 12 അപ്പോസ്തലന്മാര് ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്ന ആ ടൈപ്പിൽ ആ ലെവലിലുള്ള സുവിശേഷം ഇതിനെതിരായിട്ട് ഉപയോഗിച്ചാലേ ഈ ക്രൂശിനെ മറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്രൂശിലൂടെ ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ പദ്ധതി, ആ വിശ്വസിക്കുന്ന ഏവർക്കും
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ള ആ സുവിശേഷം നമ്മൾ അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ തത്തുല്യമായ വേറൊരു സംഗതി വെച്ചിട്ട് അതിനെ മറയ്ക്കണം. ഇന്ന് വളരെ 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 ബ്രില്യൻ്റ് ആയിട്ട് സാത്താൻ അത് ഈ ലോകത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക, എക്സിക്യൂട്ട് ചെയ്തിരിക്കുക. പോളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷുദ്രത്തിൽ ഈ ലോകത്തെ, എസ്പെഷ്യലി ക്രിസ്തണ്ടത്തെ മുക്കിയിരിക്കുക, മയക്കിയിരിക്കുക. അതാ പോൾ ചോദിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞാൻ വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങൾക്ക് വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് ചോദിക്കുന്നത് ഈ കാരണത്തല്ല. ഇന്ന് ആ ക്ഷുദ്രത്തിൽ നമ്മളെ മുക്കിയിരിക്കുക. ഇന്ന് നമുക്ക് തിരുവചനത്തിനോട് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെന്നും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സ്വർഗത്തിൽ പോകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായിട്ട് തിരുവചനം ഒരിക്കൽ കൂടി നിങ്ങൾ വായിക്കുവാൻ, നിങ്ങൾ വരുന്ന പാരമ്പര്യവും പഴങ്കഥകളും പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളും ഒക്കെ ഒന്ന് വിട്ടുകളഞ്ഞിട്ട് ബൈബിള് കണ്ണു തുറന്ന് വായിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അങ്ങനെ ഇന്ന് നമ്മള് ഒരു ലീഗലിസത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുക. കംപ്ലീറ്റ് ഗലാത്യ സഭ എങ്ങനെ ലീഗലിസത്തിലേക്ക് മാറിപ്പോയോ, കൃപയിൽ നിന്നും ലീഗലിസത്തിലേക്ക് അത് എങ്ങനെ മാറിപ്പോയോ എന്ന് പറഞ്ഞതുപോലെ ക്രിസന്റം ഇന്ന് 100% ആ ഒരു ലീഗലിസത്തിലേക്ക് പോയിരിക്കുക. കർത്താവിന്റെ ക്രൂശ് ഉറപ്പാക്കാനായിട്ട് സാത്താൻ വളരെ വിദഗ്ധമായിട്ട് യൂദായിലും മഹാപുരോഹിതനിലും ശാസ്ത്രിമാരിലും അവരുടെ പൗരോഹിത്യ വൃന്ദത്തിന്റെ എല്ലാം മനസ്സിലും ഉള്ളിലും കടന്ന് ആ ക്രൂശ് എക്സിക്യൂട്ട് ചെയ്തത് മാതിരി ഇന്ന് ആ ക്രൂശ് അറിയാതിരിക്കാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുതൽ AD 300 വന്ന 325 നടന്ന ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുതൽ അന്നുണ്ടായിരുന്ന സഭാപിതാക്കന്മാരിലൊക്കെ വളരെ വിദഗ്ധമായിട്ട് സാത്താൻ കടക്കുകയും ഈ സംഗതിയെ വളരെ ക്ലെവറായിട്ട് അവൻ ഇന്ന് നമ്മുടെ കണ്ണിന് മറച്ചിരിക്കുകയുമാണ്. 7 എക്യുമെനിക്കൽ കൗൺസിലുകൾ കൂടി, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, എഫസോസ് കൗൺസിൽ, ചാൽസിഡോൺ കൗൺസിൽ, നൈസിയൻ കൗൺസിൽ എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യൻ കൗൺസിലുകൾ കൂടി ഇന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് അവർ എഴുതി ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. തിരുവചനത്തിൽ നിന്ന് അമ്പേ മാറിപ്പോയിരിക്കുക. സത്യം എന്താണെന്ന് നമുക്കറിയാതെ നമ്മളെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് മാറിയിരിക്കുക. നിക്കിയ വിശ്വാസ പ്രമാണമൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നൈസിയൻ ക്രീഡിലൊക്കെ നമ്മളെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. നിങ്ങൾ ഇന്ന് ആ നൈസിയൻ ക്രീഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. സത്യം നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. എന്നാൽ നമുക്ക് ഒരു വിധത്തിലും അത് മനസ്സിലാകത്തില്ല. എന്താണ് ഈ ബ്രദർ പറയുന്നത് നിങ്ങൾ ചോദിക്കും. ഞാനൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. എന്നാൽ നമുക്കത് മനസ്സിലാകാത്ത വണ്ണം നമ്മൾ ഈ ഒരു റീപ്ലേസ്മെന്റ് തിയോളജിയിൽ നമ്മൾ മുങ്ങി നമ്മളൊരു ആത്മീക ഇസ്രായേലായിട്ട് തീർന്നിരിക്കുക. ഇതിന്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ക്രിസ്ത്യാനി എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. അതിൽ നമ്മൾ അങ്ങനെ അഭിമാനിച്ച് നമ്മൾ കോളറൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണെന്ന് വലിയ അഭിമാനിച്ച് നമ്മൾ അങ്ങനെ ആയിരിക്കുക. അങ്ങനെ ആ പാരമ്പര്യത്തിലും 12 അപ്പോസ്തോലിക ഉപദേശത്തിലുമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 നടന്ന പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ ആത്മപകർച്ചയിലൂടെ നടന്ന ആ സംഭവമാണ് സഭയുടെ ആരംഭ ദിനമെന്ന് വരുത്തി തീർക്കണം. എന്നാലേ അതുമായിട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും അങ്ങനെ അത് വരണമെന്നുണ്ടെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ് നമ്മുടെ സുവിശേഷം എന്ന് വരുത്തി തീർക്കണം. എന്നാലേ നമുക്ക് അതുമായിട്ടൊക്കെ ഒരു കണക്ടിവിറ്റി, കംപ്ലീറ്റ് ആയിട്ട് ഒരു സീംലെസ് കണക്ടിവിറ്റി കിട്ടത്തുള്ളൂ. ഇതെല്ലാം വളരെ തന്ത്രപരമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മീക ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഉപരി വിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് സൺഡേ സ്കൂൾ മുതൽ പഠിച്ചു വരുന്ന, കാറ്റക്കിസം മുതൽ പഠിച്ചു വരുന്ന കാര്യങ്ങളെ മനസ്സിലാകത്തുള്ളൂ. ഇത് അതിനെ കൂടെ ഒരല്പം കൂടെ കൃപയുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ ദൈവസന്നിധിയിൽ ഒരു ദൈവ സ്നേഹം ആദ്യമേ വേണം. മറ്റ് പദ്ധതികളൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആത്മീക ആഗ്രഹം ആദ്യം ഉണ്ടായിരിക്കണം. വിശ്വസ്തയോട് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രത്യേക ക്വാളിറ്റി ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ വിഷയം എനിക്ക് മനസ്സിലാകുവാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ള ഒറ്റ ക്വാളിറ്റി മാത്രമേ എനിക്കുള്ളൂ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, കഴുത്തിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അത് കർത്താവിന്റെ വേല നിവർത്തിക്കുമെന്ന് ദൈവം എന്നെക്കുറിച്ച് അങ്ങനെ കരുതുന്നുകൊണ്ടായിരിക്കും അത്ര വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരു ക്വാളിറ്റിയും ഉള്ള ആളല്ല ഞാൻ. ഇന്നും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ പുസ്തകങ്ങളിലാണ് ക്രിസ്തീയ രക്ഷാ പദ്ധതി പറഞ്ഞിരിക്കുന്നതെന്നും അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാളിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചതെന്നും ഒക്കെ നമ്മൾ വരുത്തി തീർത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ്, അതുകൊണ്ടുണ്ടാകാവുന്ന ദോഷവശങ്ങൾ എന്താണെന്ന്. അതായത്
അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായ കാൽവറിയിൽ യാഗമായി തീർന്നത്, തന്റെ പരിശുദ്ധ രക്തം ധാരധാരയായിട്ട് ആ മരക്കുരിശിൽ കൂടെ ഒഴുകിയത് അർത്ഥമില്ലാതെ പോവുകയാണ്. കർത്താവിന്റെ കാൽവറിയിലൂടെ തുറന്നിരിക്കുന്ന ആ സത്യ സുവിശേഷം ജനത്തിന് ഇന്ന് അന്യം നിന്നു പോവുക, ജനം അത് അറിയാതെ പോവുകയാണ്. എന്താണ് കാൽവറിയിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് കഷ്ടം അനുഭവിച്ചു മരിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു സംഗതിയും ഇന്ന് ക്രിസ്ത്യാനിക്ക് അധികമായിട്ട് അറിയത്തില്ല. 45,000-ലേറെ ഒന്നിനെ ഒന്ന് കണ്ടുകൂടാത്ത രീതിയിൽ 45,000-ലേറെ വിവിധ ഉപദേശങ്ങൾ പറയുന്ന പീസ് ബൈ പീസ് ആയിട്ട് ക്രിസ്തണ്ടത്തെ പീസ് ആയിട്ട് മാറ്റിയിരിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന രീതിയിൽ സാത്താൻ അതിനെ ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ മേലെ കൊടി കുത്തി വാണുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ക്രൂശിന് അർത്ഥമില്ലാതെ പോയിരിക്കുക. കർത്താവിന്റെ ആ കാൽവറിയിൽ നടന്ന രക്ഷണീയ പദ്ധതി വ്യർത്ഥമായി പോയിരിക്കുക. ഇന്നിവിടെ വേറെ ഇഷ്ടം പോലെ കൂതാശകളും സംഗതികളും ഇരിക്കുക മനുഷ്യന് രക്ഷിക്കപ്പെടാനായിട്ട്. കർത്താവ് കാൽവറിയിൽ ആ നടത്തിയ രക്ഷണ്യ പ്രവൃത്തി അർത്ഥമില്ലാതെ പോവുക, വ്യർത്ഥമായി പോവുക. ഹല്ലേലൂയ. അതിന്റെ സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ക്രൂശ് അങ്ങനെ ക്രൂശിന് ഒന്നും അർത്ഥമില്ലാതെ പോകുന്നില്ല. എല്ലായിടത്തും ക്രൂശ് ഉണ്ട്, ഞങ്ങളും ക്രൂശാ പ്രസംഗിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാര് ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലായിടത്തും ക്രൂശ് ഉണ്ട്. പള്ളിയുടെ മേലെ ഒരു വലിയ ക്രൂശ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന ആരാധനാലയത്തിനോട്ട് പോകുന്നതിന് മുമ്പ് ആ പടിക്കൽ നിന്ന് തന്നെ ഒരു വലിയ ക്രൂശും കുരിശും തൊട്ടിയും ഒക്കെ ആരംഭിക്കും. പള്ളിക്ക് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്രൂശുകളുടെ എട്ടുകളിയാ. ഏത് കളറിലും ഏത് നിറത്തിലും ഏത് മെറ്റീരിയലിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഏത് സൈസിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രൂശുകൾ അനേകം നമുക്ക് കാണാം. കഴുത്തേലും കാതയിലും ഒക്കെ വേറെ ക്രൂശ് വേറെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. ഇവിടെ ഇതിനൊരു കുറവുണ്ടെന്ന് ആരും പറയില്ല. ഇഷ്ടം പോലെ ക്രൂശ് നമുക്ക് തന്നിട്ടുണ്ട്. പെന്തക്കോസുകാർക്കും ബ്രദറൻകാർക്കും അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനമേ ഇല്ല, ക്രൂശേ ഇല്ല. എപ്പോഴും ഒരിക്കൽ കേട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ മാനസാന്തരവും സ്നാനവും പിന്നെ അന്യഭാഷയും പ്രവചനവും അങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ. കാത്തിരുന്ന് പ്രാപിക്കുക, കൃപാവരങ്ങൾ പ്രാപിക്കുക, സംഗതികൾ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുക. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോയിരിക്കുക, അർത്ഥമില്ലാതെ പോയിരിക്കുക. ഞാൻ ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ പറഞ്ഞുകൊണ്ട് ഗലാത്യ ലേഖനം 2:21 പറയുക, ഐ ഡു നോട്ട് ഫ്രസ്ട്രേറ്റ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഫോർ ഇഫ് റൈച്ചസ്നെസ് കം ബൈ ദ ലോ ദെൻ ക്രൈസ്റ്റ് ഈസ് ഡെഡ് ഇൻ വെയിൻ. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. കർത്താവ് മരിച്ചത് അർത്ഥമില്ലാതെ പോയിരിക്കുകയാണല്ലോ നിങ്ങളുടെ ഈ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആത്മീക ഉത്തരവാദിത്വത്തോടെ ഇതിനെ മനസ്സിലാക്കണം. എനിക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ദൈവവചനം അത് സാത്താൻ സമർത്ഥമായിട്ട് നമ്മുടെ കണ്ണിന് മുമ്പിൽ മറച്ചിരിക്കുക. അതിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഞങ്ങളാൽ ആവോളം എത്ര ആക്രമണം വന്നാലും കഴുത്തിന് ജീവനുള്ളിടത്തോളം കാലം ഈ സത്യവചനം പ്രസംഗിക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും സംഗതിക്ക് വേണ്ടിയിട്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിർത്തിയാണ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്നവരെ ഈ ദൈവവചനം കർത്താവിന്റെ ആ ക്രൂശിലൂടെ ഒഴുകിയ തങ്ക രക്തത്തിലെ ഹല്ലേലൂയ അതിലൂടെയുള്ള വീണ്ടെടുപ്പ് പ്രസിദ്ധമാക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് പെരുന്നാളിലാണോ ക്രിസ്തീയ സഭയെ ആരംഭിച്ചത് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാനും ഇതിനെതിരായിട്ട് ഏത് തോക്കെടുത്ത് വെടിവെക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്നതൊന്ന് സാവധാനം കേൾക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുക. ഇതിലുള്ള പ്രശ്നം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഏത് തോക്കെടുത്ത് വേണേലും നമ്മളെ വെടിവെക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ തിരുവചനത്തിന്റെ ബേസിസിലായിരിക്കണം. തിരുവചന വെളിച്ചത്തിൽ വേണം സംസാരിക്കാൻ. പഴങ്കഥകളും പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളും പണ്ഡിതന്മാർ പഠിപ്പിച്ച ബുക്കുകളും ഒന്നും ഇവിടെ കൊണ്ടുവരരുത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുക. അതിലൂടെ തുറന്നിരിക്കുന്ന ഒരു രക്ഷണീയ പദ്ധതിയുടെ വക്താക്കളായിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് അതിനെ ഖണ്ഡിക്കാം, നിങ്ങൾക്ക് അതിനെതിരായിട്ട് പറയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ക്രൂശിനെതിരായിട്ടാണ് നിങ്ങൾ തിരിയുന്നത് എന്നുള്ളൊരു പരമാർത്ഥം നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുക. അടുത്ത 4 വിഷയങ്ങൾ കൂടി ഇതുപോലെ വരും. ആ 4 വിഷയങ്ങളിലൂടെ കേട്ടതിന് ശേഷം അടുക്കടുക്കായിട്ട് ഇതിന് നിങ്ങൾ മറുപടി പറയാൻ ഞാൻ 2 ആഴ്ച സമയം തരാം. അതിനുശേഷമേ ഞാൻ അടുത്ത വീഡിയോകൾ ചെയ്തുള്ളൂ. ഒരു 5 വിഷയമാണ് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുന്നത്. 5 വിഷയം കഴിഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്, അടുത്ത ആഴ്ചയിലല്ല, അടുത്ത 2 ദിവസത്തിന് ശേഷം വരാൻ പോകുന്നത് 4 സുവിശേഷങ്ങളിലാണോ ക്രിസ്തീയ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തീയ രക്ഷാമാർഗം, ക്രിസ്തീയ ഉപദേശം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതിന്റെ ഉപദേശം പറഞ്ഞിരിക്കുന്നത് എന്നൊരു വിഷയമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടി ചിന്തിക്കുന്നത്. ഇന്ന് ചിന്തിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണോ ക്രിസ്തീയ സഭ, അല്ലെന്നുണ്ടെങ്കിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത് അന്നാണോ എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദയവായിട്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ട് അതിനുശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള, അത് 1 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കാര്യം ഇപ്പോഴെന്തെങ്കിലും ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നു എന്ന് വരാതിരിക്കാൻ 1 വർഷം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രസിദ്ധമാക്കിയിരിക്കുന്ന ഒരു വീഡിയോയുടെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മുൻവിധികളില്ലാതെ ദൈവസന്നിധിയിൽ കർത്താവെ, അടിയനെ ഉപയോഗിക്കണമേ, അടിയനെ ഇത് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള ആത്മസമർപ്പണത്തോട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും കേൾക്കുവാനും ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ക്രിസ്തീയ സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിൽ അല്ല എന്ന നിസ്തർക്കം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. എന്നാൽ ആ ഒരു വിശ്വാസത്തിൽ ഇന്ന് 99% ക്രിസ്തീയ സഭകളും ഉറച്ചിരിക്കുന്നതിനാൽ ദൈവസഭയെ സത്യമാർഗത്തിൽ നിന്നും ഒരു തെറ്റായ മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടുവാനായിട്ട് ഇടയായിരിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനെ നോക്കി പറയുന്നുണ്ട്, നീ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്ത്യാനികളെ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണിക്കാത്ത നിലയിൽ ആ വഴി തിരിച്ച് വേറെ റൂട്ടിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ്. അത്ര വലിയ ഗുരുതരമായ ഒരു ഉപദേശമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചു എന്നുള്ള ഒരു പഠിപ്പീര്. അതുകൊണ്ട് തന്നെ ഈ വിശേഷ ദിനത്തിൽ ആ വിഷയത്തെ അല്പമായിട്ട് നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് വിചാരിക്കാം അതൊരു ദിവസത്തിന്റെ കാര്യമല്ലേ, അത് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി എന്ന് കണ്ട് അതെങ്ങനെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആവും, എന്താണ് അതിൽ ക്രിസ്തീയ വിശ്വാസത്തിനുള്ള പ്രത്യേകത, സഭ ഉറച്ചിരിക്കുന്നത് അതിന്റെ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസിലല്ലേ എന്ന് ഒരു പക്ഷെങ്കിൽ ചിലർക്കൊക്കെ ചോദിക്കാം, മനസ്സിൽ തോന്നുന്നുണ്ടാവാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെന്തക്കോസ്ത് നാള്, അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായ ആ ദിനം അതൊരു സാധാരണ ദിവസമല്ല. അന്ന് ഈ ക്രിസ്തീയ സഭ ആരംഭിച്ചു എന്നുള്ളൊരു പഠിപ്പീര് വന്നു കഴിഞ്ഞാൽ സഭയുടെ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് മുഴുവനും പിന്നെ അതുമായിട്ട് ലിങ്ക്ഡ് ആവുകയാണ്, അതുമായിട്ട് യോഗ്ഡ് ആവുകയാണ്, അതുമായിട്ട് വല്ലാതെ കണക്ട് ആവുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. അന്ന് അവിടെ കൂടി വന്നിരിക്കുന്ന ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരാണ് ദൈവസഭയുടെ തലത്തൊട്ടപ്പന്മാരായിട്ട് നാം കണ്ടിരിക്കുന്നത്. അന്ന് കൂടി വന്ന സ്ഥലമാണ് ദൈവസഭയുടെ ആസ്ഥാനമായിട്ട് നാം കണ്ടിരിക്കുന്നത്. ഇത്ര മാത്രം കാര്യങ്ങളുമായിട്ട് ആ ദിവസത്തിന് പ്രത്യേകതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നാം ഒരു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തീയ സഭ ആരംഭിച്ചു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും വാസ്തവത്തിലുള്ള ക്രിസ്തീയ ഉപദേശത്തിൽ നിന്ന് നമ്മളെ വളരെ ദൂരത്തിലേക്ക് കംപ്ലീറ്റ് ഡീറൂട്ടഡ് ആയിട്ട് നമ്മളെ വഴി തിരിച്ചു വിടുന്നതിനിടയായിത്തീരും. ഇന്ന് അതാണ് ആക്ച്വലി ക്രിസ്തണ്ടത്തിൽ നടന്നിരിക്കുന്നത്. കംപ്ലീറ്റ് നാം സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മെ ഇന്ന് ആ ഒരു വിശ്വാസം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരല്പം കൂടെ ഡീറ്റെയിൽസിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഞാൻ അത്ര ഗൗരവമായിട്ട് ഈ വിഷയത്തെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അല്പം കൂടെ ഡീറ്റെയിൽസ് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 2 എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ ആ ഒരു വിശ്വാസം ആരംഭിക്കുന്നതിന് മുൻപേ ദൈവം തിരഞ്ഞെടുത്ത യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമായി, അതിനൊരു 2000 വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് ഉലകത്തിൽ വരുന്നതിന് 2000 വർഷങ്ങൾക്ക് മുൻപേ ദൈവം തിരഞ്ഞെടുത്ത് വാഗ്ദത്തം കൊടുത്ത് കർത്താവിന്റെ വരവിനായിട്ടും കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നതിനായിട്ടും നോക്കി പാർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. അതാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തി, ആ ദൈവത്തിന്റെ ഓരോ സമയ പരിധിക്കുള്ളിൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നത് ദൈവം യഹൂദനോട് വാഗ്ദത്തം കൊടുത്തിരുന്ന ആ ഇസ്രായേലിന്റെ വാഗ്ദത്ത പദ്ധതി പ്രകാരം അവരുടെ ഇടയിൽ നിറവേറുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വന്ന് അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ഈവന്റ് ആണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഒരു സ്വർഗീയ ഇടപെടിയിലാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ക്രിസ്തീയ സഭ ആരംഭിക്കുകയല്ല, മറിച്ച് ദൈവം ആ വിശ്വാസത്തിലുള്ള യഹൂദന്മാരുടെ ഇടയിൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുകയാണ്. യെശയ്യാ പ്രവാചനം, അതുപോലെ തന്നെ യോവേൽ പ്രവചനം, നിറയെ പ്രവചന പുസ്തകങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട്
ദൈവം പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരും. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനാൽ എൻ്റെ ജനത്തെ എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കും, എൻ്റെ സന്താനത്തിന് മേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും എൻ്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും പകരും. യോവേൽ പ്രവാചകൻ പറയുക, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇതെല്ലാം ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരുടെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുമാണ്. ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ ദൈവം പ്രോമിസ് ചെയ്തതുപോലെ പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരികയാണ്. ഇവിടെ ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ സാധാരണ പ്രൊജക്ട് ചെയ്യാറുള്ള ഒരു പിക്ചർ ഉണ്ട്, ഞാനത് പെട്ടെന്നൊന്ന് നിങ്ങളെ കാണിക്കട്ടെ. ഒരു ശാന്തമായിട്ട് നമ്മള് ഈ കാര്യങ്ങളെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, ഒരു ശിശുവിന്റെ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി തിരുവചനത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ കഴിയും. ആക്ട്സ് ടു ചേഞ്ച് നത്തിങ്. നമ്മുടെ ഈ പിതാക്കന്മാരുടെ സമ്പ്രദായവും പാരമ്പര്യവും നമ്മുടെ ട്രഡീഷനുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തിരുവചനത്തെ ഒന്ന് പഠിച്ചു നോക്കണം. അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ആക്ട്സ് 9 ചേഞ്ച്ഡ് എവറിത്തിങ്. അപ്പോസ്തല പ്രവൃത്തികൾ 2 ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ആക്ട്സ് 9 ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭം, അല്ലെന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കുവാനായിട്ട് ഒരു അപ്പോസ്തലനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്നത്. അത്ര വലിയൊരു വിഷയമാണത്. ഞാന് ഈ ഒരു സ്കെച്ച് കാണിച്ചുകൊണ്ട് സാധാരണ നമ്മൾ കാണിക്കാറുള്ളതാണ്. ഞാൻ ആ വിഷയം ഒന്ന് കാണിച്ച് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് യഹൂദിയ പദ്ധതി എന്ന് പറയുന്നത്. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, യഹൂദിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തനാക്ക്, അല്ലെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക പദ്ധതി ഇതാണ്. തനാക്ക് മുഴുവനും ഈ ഒരു സ്കെച്ചിൽ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആദം മുതൽ വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി വരെ. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്നും, ഇതിന്റെ അവസാനത്തിൽ സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ഒരു സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അവരതിൽ നിത്യം വാഴുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ദൈവം അവർക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദമിന്റെ കാലം മുതൽ അബ്രഹാമിനെ വിളിക്കുന്ന കാലം വരെ, അതായത് ഉൽപ്പത്തി 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, ഞാൻ അവിടെ നിൽക്കുന്നില്ല, യഹൂദന്റെ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ അബ്രഹാമിനെ ദൈവം ഇവിടെ വെച്ച് വിളിക്കുകയും ഇവരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഒരു എലിവേറ്റഡ് പദവി അവർക്ക് കൊടുക്കുക. എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. ജാതികളിൽ നിന്ന് അവരെ വേർതിരിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് അവരെ വിളിച്ച് വേർതിരിക്കുക. അങ്ങനെ ഇത് ജാതീയ ജനങ്ങളാ. ഈ താഴത്തെ ഈ ബ്ലൂ ലൈൻ ഇങ്ങനെ കാണുന്നത് ജാതീയ ജനങ്ങളാ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ അന്യ ദൈവാരാധനയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ജാതീയ ജനങ്ങളാ. എന്നാൽ ഇവിടെ നമുക്ക് കാണാം അബ്രഹാമിനെ ദൈവം വിളിക്കുക. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് തന്റെ സന്തതി ഇസഹാക്കിൽ കൂടി, ഈ യാക്കോബിൽ കൂടി 12 ഗോത്രപിതാക്കന്മാരും അവരുടെ സന്തതി പരമ്പരയായിട്ട് ഒരു സ്ട്രീമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുക. അവരിൽ കൂടി ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം അവിടെ നിന്ന് ഒരു വിമോചകനായിട്ട് മോശയെ വിളിക്കുകയും മോശയിൽ കൂടി ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന ദൈവിക അരുളപ്പാടുകളും ഒക്കെ പകരുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിച്ച ഒരു ജനമായി ഇസ്രായേൽ. അവർ ജാതികളുമായിട്ട് ഇടകലരുന്നില്ല. അവർ ദൈവത്തിന്റെ ജനമാണ്. ദൈവം ഇതിന്റെ ഇടയിൽ കൂടി ഒരു വേർപാടിന്റെ നടുച്ചുവർ കെട്ടിയിരിക്കുകയാണ്. അവർ പരിച്ഛേദനയേറ്റ് ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവജനം, ദൈവത്തിന്റെ ആദ്യ ജാതൻ എന്നുള്ള നിലയിൽ ദൈവം അവരെ ഒരു വാഗ്ദത്ത പദ്ധതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവരുമായിട്ട്, ഈ ജാതികളുമായിട്ട് ഇടകലരാൻ പാടില്ലാത്തവണ്ണം നാം ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനമാണ്. നമുക്കറിയാം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, അതായത് ഈ കാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, അതായത് ഈ ഇസ്രായേലിന്റെ വിളിയോടും തിരഞ്ഞെടുപ്പിനോടും ഒന്നും നമുക്കൊരു സംബന്ധമുള്ളവരല്ല. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ എന്താ? വാഗ്ദത്തം, ഈ കിങ്ഡം 1000 ആണ്ട് അവരിവിടെ വാഴുകയും അതിനുശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയും അതിനുശേഷം സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം അവരുടെ ഇടയിലേക്ക്, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരതിൽ നിത്യം വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അവിടെ മോശയെ വിളിച്ച ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്ത് അവരതനുസരിച്ച് ജീവിക്കണം. അതിനുശേഷം ദാവീദ് അവരുടെ ഇടയിൽ വരികയാണ്. ദാവീദിൽ കൂടി ഒരു ഡേവിഡിക് കവണന്റ്, ഒരു ദാവീദ്യ ഉടമ്പടി ദൈവം ചെയ്യുകയാണ്. അതായത് ആ കൊടുക്കാൻ പോകുന്ന ദേശം, ആ രാജ്യം, ആ നിത്യദേശം, അതിൽ ഒരു രാജാവ് നീതിയോടും നിത്യം വാഴും. ദാവീദിന്റെ സിംഹാസനത്തെങ്കിലിരുന്ന് ഒരു രാജാവ് അതിനെ നീതിയോടും നിത്യം വാഴും. അതൊരു ഡേവിഡിക് കവണന്റാ. അതിനുശേഷം ദൈവം അനേക പ്രവാചകന്മാരെ, മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്, ഇവരെല്ലാം ഇവരുടെ ഇടയിൽ അയക്കുക.
കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ മുതൽ ശക്തമായിട്ട് സാത്താൻ ഇവർക്കെതിരെ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. സാത്താൻ ഇവരെ അവരുടെ ആ വാഗ്ദത്ത പദ്ധതിയിൽ നിന്ന് വീഴ്ത്തി കളഞ്ഞിരിക്കുക. ഇവർ അന്യ ദൈവങ്ങൾക്ക് ആരാധനയും ദേവാരാധനയും എന്താ പറയുന്നത്, ദേവന്മാർക്ക് ബലി അർപ്പിക്കുകയും അശേരായെയും അർത്തമീസിനെയും ബാലിനെയും ഒക്കെ ആരാധിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവം അവർക്കെതിരെ കോപിക്കുകയും പ്രവാചകന്മാരെ അയച്ച് അവരോട് യഥാസ്ഥാനപ്പെടുവാനും മടങ്ങി വരുവാനും ഒക്കെ ദൈവം കൽപ്പിക്കുകയും അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, അത് തരാൻ ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾ മടങ്ങി വരാൻ അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. മലാക്കി പ്രവാചകന് ശേഷം ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് ശേഷം വാഗ്ദത്ത പ്രകാരം ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നു. അതാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ. താൻ ഇവിടെ വന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ രാജ്യം സമീപിച്ചിരിക്കുന്നു. അവര് പ്രാർത്ഥിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ടായിരിക്കുന്ന ഈ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. അതിന്റെ പിന്നാലെ ഉലകത്തിന്റെ ഉടയവനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുക. കർത്താവ് വന്ന് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഈ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു, കാലം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇതെല്ലാം പ്രസംഗിക്കുന്ന ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദനോടാണ്. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം, യഹൂദനോടായി പ്രസംഗിക്കുന്നത്. ഇവിടെ ജാതികൾ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവര് ദൈവത്തിൽ നകന്നു പോയവർ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിട്ട് സാത്താന്റെ അടിമത്തത്തിലായിരിക്കുന്ന ജാതീയ ജനങ്ങളാണ് വിജാതീയർ എന്ന് പറയുന്നത്. ഇവർക്കും ഇവരുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ യഹൂദനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് യഹൂദന്റെ നടുവിലാണ്. ഫോർ എക്സാമ്പിൾ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരിക. കർത്താവ് പറഞ്ഞു, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസുകളെല്ലാം. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, റോമാലേഖനം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അങ്ങനെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത്. അതിനുശേഷം കർത്താവ് 12 അപ്പോസ്തലന്മാരെ എണ്ണി എടുക്കുകയാണ്. കാര്യം ഇവർക്ക് 12 ഗോത്ര പിതാക്കന്മാരും 12 ഗോത്രങ്ങളുമാണ്. ആ 12 ഗോത്രങ്ങളെയും ഈ 1000 ആണ്ട് വാഴ്ചയിലും അതിനുശേഷവും 12 സിംഹാസനത്തിലിരുന്ന് ഭരിക്കുവാനായിട്ട് 12 അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞെടുക്കുക. അതിനുശേഷം നടക്കുന്ന ഈവന്റുകളൊക്കെ നമുക്കറിയാം. കർത്താവിന്റെ ക്രൂശീകരണവും, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നതായിട്ടും അതിനുശേഷം മരണ അടക്ക പുനരുദ്ധാനവും കർത്താവിന്റെ ഉയർപ്പും ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം അവിടുത്തെ വാഗ്ദത്ത പ്രകാരം കർത്താവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് അവരുടെ ആദ്യഫലക്കറ്റയുടെ പെരുന്നാളാണ്. ആ ഉയർപ്പിന് ശേഷം കറക്റ്റ് 50 ദിവസം എണ്ണി ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരിക. എവിടാ വരുന്നത്? പത്രോസ് അപ്പോസ്തലന്റെയും 12 ചേർന്ന് കൂടിയിരിക്കുന്ന ആ ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം എന്ന് പറയുന്ന ആ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനത്തിന്റെ മധ്യത്തില അവരോട് കർത്താവ് പറയാ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അവര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച സ്വർഗീയ പദ്ധതികൾ മനസ്സിലാക്കി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മധ്യത്തിൽ വരിക. ഇവിടെ വന്നിട്ട് അവർ ആ ആത്മാവിനാൽ നിറയുക. ഇതെല്ലാം വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ്. ഇതൊന്നും ഒരു മിസ്റ്ററി റെവലേഷൻ അല്ല, മറിച്ച് ഇതെല്ലാം വാഗ്ദത്ത നിവർത്തിയാണ്. പ്രവാചകന്മാരാൽ അരുളി ചെയ്തിരിക്കുന്ന എന്റെ സന്താനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും എൻ്റെ സന്തതിമേൽ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും എന്നുള്ള ആ വാഗ്ദത്ത നിവർത്തി ഇവിടെ നിറവേറുകയാണ്. ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ ഇടയിലേക്ക് വന്ന് അവരെ ശക്തിപ്പെടുത്തുക. ആ ശക്തിപ്പെടുത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും പോയി അറിയിക്കണം. കാര്യം ഉലകം മുഴുവനും യഹൂദൻ ചിതറിപ്പാർക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരെ ചിതറിച്ചിരിക്കുക. നമുക്കറിയാം, BC ബിഫോർ ക്രൈസ്റ്റ്, കർത്താവ് ഉലകത്തിൽ വരുന്നതിന് 700 വർഷം മുൻപേ അവരെ അസീറിയൻ പ്രവാസത്തിലേക്ക് ദൈവം ഓടിക്കുന്നതായിട്ട് നമുക്കറിയാം. അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് മുതലേ അവര് ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക. അതിനുശേഷം അവരെല്ലാം തിരിച്ച് ഇസ്രായേലിൽ വന്നിട്ടില്ല. അവർ ഉലകം മുഴുവൻ ചിതറിപ്പോയിരിക്കുക. BC 400-കളിൽ ഏകദേശം 500-നോട് അടുക്കുന്ന സമയങ്ങളിൽ ബാബേൽ പ്രവാസത്തിലേക്ക് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിന്നും അനേകര് ചിതറിപ്പോയിരിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഉലകത്തിൽ വരുന്നതിന് മുൻപേ ഏകദേശം 500-700 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇവർ ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക. അതുകൊണ്ട് തന്നെ
ഇസ്രായേലിൽ അവര് ഏകദേശം ഒരു 35%, അത് അന്നും അത്രേ ഉള്ളൂ, ഇന്നും അത്രേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 65% യഹൂദൻ അമേരിക്ക മുതൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വരെ ചിതറിപ്പറക്കുക. 35% ആൾക്കാരെ അവരുടെ ദേശത്തുള്ളൂ. ഇതെല്ലാം ദൈവം അവരോട് പറഞ്ഞ മൊസൈക്ക് പ്രമാണത്തിന് പ്രകാരം, അതായത് മോശൈക ഉടമ്പടി പ്രകാരം അവര് ദൈവത്തിൽ നിന്ന് പ്രമാണങ്ങൾ അനുസരിക്കാതെ, കൽപ്പനകൾ അനുസരിക്കാതെ മാറിപ്പോയതിനാൽ ദൈവം അവരെ ചിതറിച്ചിരിക്കുക. നിങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കണം. 64, 65 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. അവിടെ എല്ലാം പറഞ്ഞിരിക്കുക, നിങ്ങൾ ഈ കൽപ്പന അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഉലകത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ചിതറിച്ച് കളയും. അതുപോലെ അവരെ ചിതറിച്ചിരിക്കുക ദൈവം. അങ്ങനെ ചിതറി പാർക്കുന്നവരോടെല്ലാം ഈ സ്വർഗീയ വാഗ്ദത്തം, ഈ സുവിശേഷം അവരുടെ പിതാക്കന്മാർ മുതലേ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിച്ചത് കർത്താവ് യേശു ക്രിസ്തു വന്നത് റീകൺഫേം ചെയ്യുക. നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോവുക. കാലം തികഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും കർത്താവ് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. സ്വർഗരാജ്യത്തിൽ ആര് കടക്കും, ആര് കടക്കത്തില്ല, കടക്കാതെ പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അനേക ഉപമകളാല് ആ സെർമൺ ഓഫ് ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ കൂടെ ഒക്കെ അനേക ഉപമകൾ പറഞ്ഞ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഉപമ, അതുപോലെ തന്നെ ദൂരദേശത്ത് പോയ കുലീനനായ ഒരു മനുഷ്യന്റെ ഉപമ, ഇതെല്ലാം കർത്താവ് ദൂരദേശത്തേക്ക് പോയി മടങ്ങി വരുമ്പോൾ വിശ്വസ്തരായിട്ട് കാണുവാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുന്ന ഉപമകളാണ്. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ ഉപമകളും വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ജാതികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് അവര് ഇതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. ഇവിടെ പെന്തക്കോസ് നാളിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഗുരുതരമായ, അതിഭയങ്കരമായ, ഭീകരമായ തെറ്റ. എനിക്ക് അതിന് വാക്കുകളില്ല പറയാൻ. അത്ര ഭീകരമായ ഒരു തെറ്റാണ്. ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു സൂചന പോലും ഒരിടത്തും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കാര്യം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇത് യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യവും യഹൂദന്മാരുടെ അനുഗ്രഹവുമാണ്. അതിനുശേഷം നടക്കേണ്ടുന്നത് ഏകദേശം ഈ പെന്തക്കോസ് നാളിൽ ആരംഭിക്കുന്ന ഈ അവസാന കാലത്തിന്റെ ആരംഭം, അന്ത്യകാലത്തിന്റെ ആരംഭം, അതിന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു wrath ഓഫ് ഗോഡ് എന്ന് പറയുന്ന അന്ത്യകാലം, 7 വർഷം, ആ ട്രിബുലേഷൻ പീരീഡ് ഇവിടെ ആരംഭിക്കാൻ പോവുക. ഇവിടെ കർത്താവ് അവരെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ച് ഈ അന്ത്യകാലത്തിൽ കൂടി കടന്ന് ഇതിന്റെ വെളിയിൽ വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവാണ്. ഈ രണ്ടാം വരവ് നടക്കേണ്ടുന്നത് ആ കാലഘട്ടങ്ങളിൽ തന്നെ നടക്കണം. കർത്താവ് പറയുന്നത് ഈ നിങ്ങളിൽ നിൽക്കുന്നവരിൽ അനേകര് കർത്താവിന്റെ വരവ് കാണും, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, അതിനു മുൻപായിട്ട് കർത്താവ് മടങ്ങി വരുമെന്ന് പറയുക. നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിനു മുൻപായിട്ട് ഞാൻ വരുമെന്ന് പറയുക. അർത്ഥാൽ ഏതാനും ചില വർഷങ്ങൾ, ഞാനൊരു സംഖ്യ പറയാനായിട്ടല്ല, എന്നിരുന്നാലും ഒരു ഊഹാപോഹം പറഞ്ഞാൽ ഒരു 30 to 40 years. കാര്യം ആ നിൽക്കുന്നവരുടെ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, ആ പട്ടണത്തെ അവർ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിനു മുൻപായിട്ട് കർത്താവ് മടങ്ങി വരും. അതിനോടിടയിൽ കൂടി ആ 7 വർഷത്തെ ആ ഒരു ഭയങ്കര പീഡന കാലഘട്ടത്തിൽ കൂടി അവർ കടന്നു പോകും. ഇതിനെ ദൈവം ദാനിയേൽ പ്രവാചകനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന അവസാനത്തെ ആ 7 വർഷം, അതിന്റെ അവസാനത്തിൽ കർത്താവ് ലോകത്തിലേക്ക് രാജാതി രാജാവായിട്ട് വരും. ഇതെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന ഈ യഹൂദനോട് ഈ സദ്വർത്തമാനം അറിയിക്കുവാനായിട്ട് അവരോട് പറയുക. അങ്ങനെ അറിയിക്കാനായിട്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം അവര് ഈ അങ്ങേയറ്റം എന്ന് പറയുമ്പോഴത്തേന് അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല, യൂറോപ്പിന്റെ പല ഭാഗങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും റോം വരെ അന്ന് അറിയാം. ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡോ ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇന്ത്യയും ഏകദേശം ചൈനയുടെ പല ഭാഗങ്ങളും വരെ അന്ന് അവർ ചിതറി പാർക്കുന്നുണ്ട്. ആ ദേശം മുഴുവനും പോയിട്ട് ഈ സുവിശേഷം അവരെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് പോകുവാൻ അന്ന് ഫ്ലൈറ്റ് ഇല്ല, ട്രെയിൻ ഇല്ല, ട്രെയിലർ ലോറികളില്ല, ഇതുപോലുള്ള സംഗതികളൊന്നുമില്ല. അന്ന് അവർ പലയിടത്തും കാൽനടയായിട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കപ്പലിൽ പോകണം. ഇത് ഏതാനും ചുരുക്കം ചില വർഷങ്ങൾക്കകത്ത് ഇവരെ മുഴുവൻ അറിയിക്കണം. അറിയിക്കാൻ ഇവരവിടെ പോയി പറഞ്ഞാൽ ആരാണ്ട് വിശ്വസിക്കുമോ? യഹൂദന് അടയാളം കാണാതെ വിശ്വസിക്കത്തില്ല, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ കാണാതെ അവൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് ദൈവം അവരുടെ മേൽ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ പകരുക. ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ പോകുന്ന രീതിയിൽ ആ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. പാപം മോചിക്കാനുള്ള ശക്തി വരെ അവരുടെ മേൽ പകർന്നിരിക്കുക. അവരുടെ മേലെ പരിശുദ്ധ ആത്മാവിനെ ഊതിയിട്ട് അവരുടെ മേലെ ദൈവം ശക്തി അയച്ചിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും,
നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഉലകത്തിൽ മനുഷ്യന്റെ പാപം മോചിക്കാൻ വരെയുള്ള അധികാരം കൊടുത്ത അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകർന്ന്, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ കൈവച്ചു കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ, ഭൂതങ്ങൾ അവരെ കണ്ടാൽ അലറി ഓടുന്ന രീതിയിലുള്ള ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്ന് ആ ഷോർട്ട് പീരീഡ് കൊണ്ട് അതിനെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്, മഹാദൗത്യം, ഈ ഉലകം മുഴുവനും പോയി അവർ ഈ സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. ഇതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. നിങ്ങൾ ശക്തി ലഭിച്ചതിന് ശേഷം യെരൂശലേമിലും, ആദ്യം യെരൂശലേം മുഴുവനും ഇതറിയണം, യഹൂദിയ മുഴുവനും, യെരൂശലേമിലും യഹൂദിയയിലും പിന്നെ ശമരിയയിലും പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ. ഇതെല്ലാം നിങ്ങൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം നമ്മളോട് പറഞ്ഞു എന്നുള്ള നിലയിൽ ഇതിനെ കാണരുത്. അത് ദൈവദോഷമാണ്, ഇത് തെറ്റാണ്, ദൈവനീതിക്ക് നിരക്കുന്നതല്ല. കാര്യം വളരെ വ്യക്തമായിട്ട് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായതല്ല. അവരുടെ ഇടയിലാണ് ഇതെല്ലാം നിറവേറുന്നത്. അതിനുശേഷം നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ശക്തി ലഭിച്ച് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ അവിടെ വന്ന് കൂടിയിരിക്കുന്നത് മുഴുവനും യഹൂദ ജനമാണ്. അവിടെ കൂടിയിരിക്കുന്ന ഒന്നും ജാതികളല്ല. നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ ഈ 2-ാം അധ്യായത്തിന്റെ താപ്പോട്ട് 9, 10, 11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ 10, 15 രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതൊന്നും ജാതികളല്ല, അത് മുഴുവൻ യഹൂദന്മാര്. ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർക്ക് അവർക്ക് ആണ്ടിൽ 3 പ്രാവശ്യം യെരൂശലേമിൽ എത്തണം. ഇത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. അതിന് അവർ യെരൂശലേമിൽ വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ജാതികളെല്ലാം കൂടെ വന്ന ആ തെള്ളിനിടയിൽ അവർ വരുന്ന കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. ഒരു ജാതിയെ നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. എസ്പെഷ്യലി ഞാൻ കോഴഞ്ചേരിക്കാരന്. മാരാമൺ കൺവെൻഷൻ ഒരുമാതിരിപ്പെട്ടവർക്ക് മലയാളികൾക്കൊക്കെ അറിയാം. അവിടെ ലക്ഷങ്ങൾക്ക് ഇരിക്കാവുന്ന പന്തലാണ് മണൽപ്പുറത്ത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ പന്തലിലെല്ലാം മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെയാ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരുത്തര് പോലും കാണത്തില്ല. പെട്ടുപഴിച്ച് ആരെങ്കിലും അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി ചിലപ്പം വന്നെങ്കിൽ നായി. അവിടെ ആരും വരത്തില്ല. കാര്യം ക്രിസ്ത്യാനികളുടെ മഹാമഹമാണ്. അവിടുത്തെ മർത്തോമക്കാരുടെ വലിയ കൺവെൻഷൻ നടക്കുക, ഈ സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജ് പെരുന്നാൾ. അവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുഴുവൻ ക്രിസ്ത്യാനികൾ അതിനിടയിൽ പോയിരിക്കുന്നെന്നുള്ളത്? അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് ഹജ്ജിന് പെരുന്നാളിന് പോയിരിക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിനേക്കാളും ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ഇവർ ചെയ്യുന്ന ഇവരുടെ യെരൂശലേമിലെ പെന്തക്കോസ്ത് പെരുന്നാളാണ്. ഉലകത്തിൽ നിന്ന് മുഴുവനുള്ള യഹൂദന്മാര് ചിതറി പാർക്കുന്നവര്, അവര് ആഴ്ചകളായിട്ട് വള്ളം കയറി, കപ്പൽ വണ്ടി പിടിച്ചും നടന്നും കാൽനടയായിട്ടും കഴുതപ്പുറത്തും ഒക്കെ കയറി എത്തിയിരിക്കുന്നവരാ. അവർ പെന്തക്കോസ്ത് ആചരണത്തിന് വന്നിരിക്കുന്നവർ. അവിടെ അവരോടുള്ള വാഗ്ദത്തമാണ് നിറവേറുന്നത്. അവിടെ ഒരു ക്രിസ്തീയ മാർഗം എന്ന് പറയുന്ന ഒരു സംഗതി പേരിന് പോലും കേട്ടിട്ടില്ല. അവിടെ അങ്ങനൊരു സംഗതി ആരംഭിച്ചിട്ടില്ല. അങ്ങനൊരു സൂചന പോലും ഒന്നും കിട്ടത്തില്ല. അവർക്കാർക്കും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയത്തുമില്ല. അവിടെ നടക്കുന്ന അവരുടെ വാഗ്ദത്തമാണ്. ആ ദിവസം 3000 പേർ ആ സഭയോട് ചേരുക. ആ സഭയെന്ന് പറയുന്നത് ദൈവം അവരുടെ ഇടയിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആ വിശുദ്ധന്മാർ ചേർന്ന് വരുന്ന കൂട്ടമാണ്. ഈ പഴയ നിയമം മുതലേ, നിങ്ങൾ മോശയുടെ കാലത്ത് മരുഭൂമിയിലെ മുതലേ സഭയുണ്ട്. പഴയ നിയമം മുതലേ നിങ്ങൾക്ക് ആ സഭയെ കാണാം. യോവേൽ പ്രവചനത്തിൽ പറയുന്ന സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ എന്നൊക്കെ പറയുന്ന ഏത് സഭയെ കുറിച്ചായി പറയുന്നത്? അതേ സഭ തന്നെയാണ്. കർത്താവ് ഉലകത്തിലായിരുന്നപ്പോഴും ശിഷ്യന്മാരോട് പറയുന്നത്, ഒരുവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സഭയെ അറിയിപ്പീൻ, അവൻ സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവന് സഭയെ പുറത്താക്കുവീൻ. ഏത് സഭയുടെ കാര്യമായി പറയുന്നേ? പെന്തക്കോസ്ത് നാൾ ഇതുവരെ വന്നിട്ടില്ല കർത്താവ് ലോകത്തിലുള്ളപ്പോൾ. ഈ സഭയോടാണ് ഈ പെന്തക്കോസ്ത് നാളിൽ 3000 പേര് ചേരുന്നത്. അത് യഹൂദന്മാരാ ചേരുന്നത്. അവർ ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, അതാരാ? ഈ 12 അപ്പോസ്തലന്മാരിൽ 11 പേരും ഗലീലക്കാരാ. ഇസ്കരിയാത്തോ യൂദ മാത്രമേ ഉള്ളായിരുന്നു ബേത്ലഹേമിൽ നിന്നുള്ളത്. അയാൾ ചത്തുപോവുകയും ചെയ്തു. ഈ 11 പേരും ഗലീലക്കാർ. അതുകൊണ്ട് അവരോട് പറയുന്ന, ഗലീലക്കാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാരാണ് വന്നിരിക്കുന്നതും അവരുടെ ഇടയിലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായ വിഷയങ്ങൾ മുഴുവൻ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നുള്ളതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തി അർത്ഥമില്ലാതെ പോവുക, അത് വ്യർത്ഥമായി പോവുകയാണ്. സത്യത്തിൽ കർത്താവിന്റെ കാൽവറിയിൽ കൂടെ തുറന്ന ഒരു രക്ഷണ്യ പദ്ധതിയായി ക്രിസ്തീയ മാർഗം, ദ ബോഡി ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ, അത് എന്താണെന്നേ അറിയാതെ, എന്ന് ആരംഭിച്ചു എന്നറിയാതെ, അതിന്റെ സുവിശേഷം എന്താണ്, അതിന്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്, അതിന്റെ പ്രത്യാശ എന്താണെന്ന് അറിയാതെ
സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല എന്ന് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ അവസ്ഥയിലേക്ക് 99% ക്രിസ്ത്യാനിയൻ തിരിച്ചുവിട്ടിരിക്കുക. ഇന്ന് ഉലകത്തിന്റെ മേലെ 300 കോടി ക്രിസ്ത്യാനികളുണ്ട്. റഫ്ലി റൗണ്ട് അബൌട്ട് 300 crores. ഭൂമിക്ക് അടിയിൽ പോയതിനെ കുറിച്ച് ഞാനൊന്നും മിണ്ടുന്നില്ല. ഈ ഉപദേശത്തിൽ അവരെയൊക്കെ നിർത്തി കെട്ടുകെട്ടി ആണി അടിച്ച് പെട്ടിയിലാക്കി അവരെല്ലാം അയച്ചിരിക്കുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ഭൂമിക്ക് മേലെ 299 കോടി ജനത്തിനെയും ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുക. ആൾക്കാർ മാറി മാറി ഈ വിഷയം പ്രസംഗിച്ച് ജനങ്ങളെ അതിൽ ഉറപ്പിച്ചിരിക്കുക. എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ കർത്താവിന്റെ ക്രൂശിന് എതിരെ പ്രസംഗിക്കുന്നവര്, സകല മാനവരാശിക്കാൻ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറഞ്ഞ് ആ കാൽവറിയിലൂടെ തുറന്ന രക്ഷാമാർഗത്തിന് ആ ദേഹം എന്ന തിരശീല ചീന്തി എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ നമുക്ക് ഇതിനോട് അടുക്കുവാൻ കഴിയാത്ത നിലയിൽ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ അടുക്കുവാൻ കഴിയാത്ത നിലയിൽ പുറം ജാതിയായി കിടന്നിരുന്ന നമ്മെ വീണ്ടെടുക്കുവാനായി കർത്താവ് തുറന്ന ആ രക്ഷണ്യ പ്രവൃത്തി അർത്ഥമില്ലാതെ പോവുകയാണ്. ഈ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തീവ്രമായ, അത്ര ഗുരുതരമായ ഒരു തെറ്റായ പഠിപ്പിക്കലാണത്. അത് ഈ ഒരു ദിവസമെങ്കിലും ഒന്ന് ചിന്തിക്കുവാനായിട്ട്, യേശു ക്രിസ്തുവിന്റെ ജന്മദിനം എന്ന് പറഞ്ഞ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ അത് പിന്നെ പോട്ടെ. അതുകൊണ്ട് നമുക്ക് ആഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും ആഘോഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് തമ്മൂസിന്റെ ജന്മദിനമാണ്, അത് ആഘോഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും അതൊരു ഗുരുതരമായ തെറ്റ്, നമ്മുടെ രക്ഷ നഷ്ടമായി പോകുന്ന രീതിയിലുള്ള ഒരു തെറ്റല്ല. എന്നാൽ ഇത് നമ്മുടെ രക്ഷയെ നഷ്ടമായി പോയി നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു വലിയ തെറ്റിലാണ് ഈ ക്രിസ്ത്യാനികളെ മുഴുവനും ക്രിസ്ത്യൻഡത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കൂടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നതോടുകൂടി കർത്താവ് അവരുടെ പ്രോഗ്രാം, അവരുടെ പദ്ധതി ഇവിടെ കൈവിടുക. അവർ ഈ 7 വർഷത്തെ ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നു പോകണമായിരുന്നു. അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായിട്ട് വരും. അവരോടൊപ്പം 1000 ആണ്ട് ഈ ലോകത്തിൽ വാഴും. അത് അവരുടെ പദ്ധതിയാണ്. എന്നാൽ ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം ഇന്ററപ്റ്റ് ആയിരിക്കുക. യഹൂദന്റെ ആ ഒരു പദ്ധതി ഇന്ററപ്റ്റ് ആയിട്ട് കർത്താവിന്റെ ഒരു കരുണാ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇതാ ആ കരുണാ കാലഘട്ടം. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന സമയം കൊണ്ട് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെതിരെ അവർ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് അവരുടെ ആ വാഗ്ദത്ത പദ്ധതി, രക്ഷാ പദ്ധതി തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുക. ഇതിനെയാണ് ഡിമിനിഷിങ് അല്ലെങ്കിൽ ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരിന്ന് ഒരു എലിവേറ്റഡ് പദവിയും ഇല്ലാതെ നമ്മളെ പോലെ ആയിരിക്കുക, ജാതികളെ പോലെ യാതൊരു ഒരു പ്രത്യേകതയും അവർക്കില്ലാതെ, ഒരു എലിവേറ്റഡ് പദവിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാമുഖ്യം അവർക്കില്ലാത്ത നിലയിലേക്ക് അവർ വീണു പോയിരിക്കുക. ഇവിടെയാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ സ്വർഗത്തിൽ നിന്നും വിളിക്കുന്നത്. ആ പൗലോസ് അപ്പോസ്തലൻ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാ ഈ കൃപായുഗം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇവിടെ കർത്താവിന്റെ കൃപയാൽ, ഈ കാൽവറിയിലെ വിശ്വാസത്താൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം കരുണയാൽ ആരംഭിച്ചിരിക്കുക. ഇതിനെയാ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് ഉലക സ്ഥാപനം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു മിസ്റ്ററിയ, മർമ്മമാണ്. ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു കാലഘട്ടമാണ് ക്രിസ്തീയ പീരീഡ്. ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉപദേശവുമായിട്ട് എത്രമാത്രം വ്യത്യാസമായി പോയിരിക്കുന്നു നോക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട് എത്ര വ്യത്യാസത്തിലായി പോയിരിക്കുന്നു നോക്കി. അതുകൊണ്ട് ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ റാപ്ചറിനെ കുറിച്ച് അറിയത്തില്ല, സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നതിനെ കുറിച്ച് അറിയത്തില്ല, നമ്മുടെ യേശുക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ നിത്യവാസത്തെക്കുറിച്ചോ അറിയത്തില്ല. ഇതെല്ലാം യഹൂദിയ പദ്ധതിയുമായിട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് ഭീമമായ തെറ്റിൽ അകപ്പെട്ടു പോയിരിക്കുക. ഈ ഒരു പദ്ധതിയിൽ നിൽക്കുന്നത് കാരണം നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിലയിലേക്ക് നാം മാറിപ്പോയിരിക്കുക. സ്നേഹിത, ഈ പ്രത്യേക ദിനത്തിൽ ഞാൻ വളരെ സ്നേഹത്തോട് താങ്കളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പെന്തക്കോസ്ത് നാളും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു കണക്ഷനും ആക്ച്വലി ഇല്ല. ആ പെന്തക്കോസ്ത് ദിനത്തിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. അവിടെ നടന്ന ഒരു കാര്യങ്ങളും അല്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ ഇന്ന് ഏതു മനുഷ്യനും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് അന്നുവരെ ദൈവം സ്വർഗത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ കൂടി താൻ എഴുതിയ റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങളിൽ കൂടി ആ ക്രൂശിന്റെ മഹത്വം എന്താണെന്നും
ക്രൂശിലൂടെ നിറവേറിയിരിക്കുന്ന രക്ഷാ പദ്ധതി എന്താണെന്നും ദൈവം നമ്മളെ വെളിപ്പെടുത്തി തന്നിരിക്കുക. അത് ലോകത്തെ പ്രസിദ്ധമാക്കുവാനായിട്ട് ഒരു മഹാ ഗ്രേറ്റ് കമ്മീഷൻ ദൈവം നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുക. അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അല്ല, മറിച്ച് 2 കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷനാണ്. ഞാൻ അത് അടുത്ത ആഴ്ചയിൽ അതിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് അധികം കടക്കുന്നില്ല. ആക്ട്സ് 2 ദൈവസഭയോട് ചേരുന്നത് യഹൂദന്മാരാണ്. 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുക. അതിന്റെ പിറ്റേ ദിവസം നോക്കിയേ, 3-ാമത്തെ അധ്യായത്തിൽ നോക്കിയേ, അവിടെ പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും കൂടെ അടുത്ത ദിവസം യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവരൊന്നും മാറി വേറൊരു സഭ സ്ഥാപിച്ചു മാറുകയല്ല, അവർ യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത്. അവരുടെ പദ്ധതിയാണത്. അവരാണ് ഒറിജിനൽ യഹൂദന്മാർ. മറ്റൊരു മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ യഹൂദന്മാരുടെ കൂട്ടമുണ്ട്. പക്ഷെ അവർ നാമധേയ യഹൂദന്മാരാണ്. അവർ സത്യത്തിൽ യേശു ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ ചെറിയ കൂട്ടമാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്ന യഹൂദന്മാർ. മനസ്സിലായോ? അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് മനസ്സിലായിരിക്കുന്ന 12 പേരടങ്ങുന്ന കൂട്ടം, അവരോടാ പറയുന്നത്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവ് സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അവർ പോകുന്നത് യെരുശലേം ദേവാലയത്തിലേക്കാ. ആ പിറ്റേ ദിവസം 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അവിടെ കണ്ടില്ലയോ, 9-ാം മണി നേരം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ്. എന്താ ഈ 9-ാം മണി നേരം പോകാൻ കാര്യം? ഈ 9-ാം മണി നേരം എന്ന് പറയുന്നത് നമ്മുടെ വൈകിട്ടത്തെ 3-ാം മണിയാണ്. അവരുടെ ഡേ ആരംഭിക്കുന്നത് 6 മണിക്കാണ്. 3 മണി നേരമാണ് ഒരു യാമം. 3-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ 9 മണിയാണ്. 6-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ 12 മണിയാണ്. 9-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ 3 മണിയാണ്. വൈകിട്ടത്തെ 3 മണിക്കത്തെ യാഗപ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ പോവുക. യെരുശലേം ദേവാലയത്തിൽ രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കും യാഗം അർപ്പിക്കും. ആ യാഗപ്രാർത്ഥന നടക്കുമ്പോൾ എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനാ സമയത്താണ് എല്ലാവരും യെരുശലേമിനെ നോക്കി ആ ഡോറ് തുറന്നിട്ട് അങ്ങോട്ട് നോക്കി അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ അവിടെ യാഗം നടക്കുമ്പോൾ ആ യാഗത്തിന്റെ അഗ്നിയും യാഗത്തിന്റെ ആ പുകയൊക്കെ പൊങ്ങുന്നത് എവിടെ നിന്നാലും കാണാം. അത് കാണുന്നിടത്തെ അവർ മുട്ടുകുത്തി വീഴും, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ആ യാഗപ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനായിട്ട് പിറ്റേ ദിവസം പത്രോസും യോഹന്നാനും കൂടി യെരുശലേം ദേവാലയത്തിലേക്ക് പോവുക. കർത്താവിന്റെ യാഗത്തെക്കുറിച്ചോ ഈ യാഗത്തിൽ കൂടി സകല മാനവരാശിക്കും രക്ഷ വന്നു എന്നുള്ള വിശ്വാസമൊക്കെയാണ് ഇവരുടെ എന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം ഇവിടെ യാഗം നടക്കുന്നതിന്റെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനാണ് പത്രോസും യോഹന്നാൻ അപ്പോസ്തലനും പോകുന്നത്. അവരുടെ കുഴപ്പമല്ല, അവരുടെ വിളി അതാണ്, അവരുടെ പദ്ധതി അതാണ്. നമ്മൾ അവരെ പിടിച്ച് ക്രിസ്ത്യാനി ആകുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം മുഴുവൻ വരുന്നത്. അവർ യഹൂദന്മാരും വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ്. അവര് യെരുശലേം ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സുന്ദരം എന്ന ആ ഗോപുരവാതിക്കൽ കാണുക. അവനെ സൗഖ്യമാക്കി കഴിയുമ്പോഴത്തേനും അവിടെ ഒരു വലിയൊരു പ്രശ്നം നടക്കുക. അവിടെ അപ്പോഴത്തേനും പടനായകന്മാരും സദൂക്യന്മാരും പുരോഹിതൻ വൃന്ദമൊക്കെ വന്നിട്ട് അവരെ പിടിക്കുക. അങ്ങനെ എന്താ പറയുന്നത്, ശലോമോന്റെ മണ്ഡപം, പോർട്ടിക്കോ ഓഫ് സോളമൻസ് പോർട്ടിക്കോ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവരെ കൂട്ടി നിർത്തുകയും അവിടെ പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്നിരിക്കുന്ന ജനമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. 1000 10,000 കൂടിയിരിക്കുക. ആ കോർട്ട്യാർഡ് മുഴുവൻ ആളാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ കോർട്ട്യാർഡ് മുഴുവൻ ജാതികളാ വന്നേക്കുന്നതെന്ന്? ആ ജാതികളുടെ അടുക്കൽ പറയുന്നതുകൊണ്ടാണോ ഈ മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ ഈ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച 3-4 അധ്യായത്തിലൊക്കെ വിചാരണ നടത്തുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരുമാതിരി ഒരല്പമെങ്കിലും ആത്മീക സ്നേഹം, ദൈവത്തോടൊരു അല്പമെങ്കിലും സ്നേഹവും ആത്മാർത്ഥതയും ഈ ബൈബിൾ കൊണ്ട് നടക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അനേക കോടികളെയാണ് നിങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോട് ഞാൻ പ്രത്യേകം പറയാം, ഒരു ദിവസമെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ ബൈബിൾ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മുഴുവൻ യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതൊന്നും ദൈവികമല്ല എന്ന് വിചാരിക്കില്ല. വാഗ്ദത്ത പ്രകാരം അവരുടെ പദ്ധതികൾ അവിടെ നടക്കുന്നത്. 3-ാം അധ്യായത്തിൽ 5000 പേരോളം ആ വിശ്വാസത്തിലേക്ക് വരികയാണ്. അത് മുഴുവനും യഹൂദന്മാരാ, ഉലകത്തിൽ നിന്റെ നാനാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നവരാണ്. അവരിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പത്രോസിനോട് ചേരുക, യോഹന്നാനോട് ചേരുക. അവർക്ക് മനസ്സിലായി ഇത് സംഭവം. കാര്യം തലേദിവസം അവർ കണ്ടതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. ഇവരെല്ലാം ആ ശക്തി നിറഞ്ഞു നിൽക്കുന്നവരാണ്.
അടുത്ത അധ്യായങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 5, 6, 7 അധ്യായങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ ശുശ്രൂഷിക്കുന്ന യഹൂദന്മാരുടെ ഇടയില്ല. വന്നു പോയവരൊന്നും തിരിച്ചു പോയിട്ട് പോലുമില്ല. അവർക്കുള്ളതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചിരിക്കുക. അതുപോലെ അവർ ദൈവത്തിൽ സമർപ്പിച്ചായിരിക്കുന്നവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാ 7 പേരെ മേശമേൽ ശുശ്രൂഷിക്കാനായിട്ടൊക്കെ കൽപ്പിച്ചാക്കുന്നത്. അവരുടെ ഇടയിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. ആ മഹാപുരോഹിത വൃന്ദവും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വലിയ സദസ്സിലാണ് സ്തെഫാനോസ് പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് അവരോട് സംസാരിക്കുന്നത്. അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് മുതലുള്ള അതിന് മുൻപുള്ള പ്രവാചകന്മാരെ ദൈവം അയച്ചവരെ ഇവർ കൊന്നുകളഞ്ഞ കുറ്റം മുഴുവനും സ്തെഫാനോസ് അവരുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കുമ്പോഴാണ് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാനായിട്ടുള്ള ഉത്തരവിടുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്ന സ്തെഫാനോസിനെ കൂടെ എറിഞ്ഞു കൊന്നു കഴിയുമ്പോൾ ദൈവം അവരുടെ വാഗ്ദത്ത പദ്ധതി ഒന്ന് ഹോൾഡ് ചെയ്യുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അതാ ഞാൻ നിങ്ങളെ കാണിച്ച ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന പീരീഡ്. ഇതാണ് ആ യെല്ലോ കളറിൽ കാണുന്നത്. ഇവിടെ വെച്ച് ദൈവം കർത്താവ് ഒരാളെ വിളിക്കുക, പൗലോസിനെ. ഉലകത്തിലെ സോറി, ഞാൻ ആ പിക്ചർ കാണിക്കാൻ വിട്ടുപോയി. ഉലകത്തിലെ ഏറ്റവും വലിയ പാപികളിൽ ഒന്നാമൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാനുള്ള ഉത്തരവിടുന്നത് പോളാണ്. ഈ പൗലോസ് തർസോസുകാരനായ ശൗൽ എന്ന് പറയുന്ന ഈ പോൾ, പിന്നീട് ദൈവം പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പോളിനാണ് ശൗൽ എന്ന് പറയുന്ന തർസോസുകാരൻ. അന്നത്തെ ഏറ്റവും വലിയ പാപിയാണ്. വലിയ പാപം എന്ന് പറയുന്നത് മോഷ്ടിക്കുന്നതോ കൊല ചെയ്യുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ ഒന്നും അല്ല. അതെല്ലാം ദൈവം ക്ഷമിക്കുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല. ആ ദോഷം ചെയ്ത ഒന്നാമത്തെ ആളാണ് പോൾ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. മനസ്സിലാകുന്നുണ്ടോ? ആ പാപികളിൽ ഉലകത്തിൽ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ ഉലകത്തിലെ നമ്പർ 1 പാപിയെ പിടിക്കുക, അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് ഒരു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു കൃപ കാലഘട്ടം ആരംഭിക്കുക. ആ പാപം ചെയ്തവനെ വീണ്ടെടുത്തുകൊണ്ട് ദൈവം ആരംഭിക്കുന്ന കർത്താവിന്റെ കാൽവറിലെ രക്തത്താൽ വിശ്വസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. അതിനെയാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി. ഇതിന്റെ ആരംഭം അപ്പോസ്തല പ്രവൃത്തികൾ 9 ശേഷം. ഇത് 2 ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ ഗുരുതരമായ തെറ്റാണെന്നറിയാമോ? അതിന്റെ ഉപദേശം തെറ്റിപ്പോവും, സുവിശേഷം തെറ്റിപ്പോവും, ജനം എങ്ങനെ രക്ഷിക്കപ്പെടും എന്നുള്ളത് തെറ്റിപ്പോവും, എങ്ങോട്ട് പോകണം എന്നുള്ളത് തെറ്റിപ്പോവും. കംപ്ലീറ്റ് തെറ്റിന്റെ കൂനയിൽ നമ്മൾ അകപ്പെട്ടു പോകും. അങ്ങനെ ഇന്ന് നമ്മളെ വഴി തിരിച്ചു വിട്ടിരിക്കുക. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. കാര്യം ഈ സത്യമാർഗം നമ്മൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. സാത്താൻ കർത്താവിനെ ക്രൂശിക്കുന്നത് വരെ അവൻ അറിയത്തില്ലായിരുന്നു. കർത്താവിനെ ക്രൂശിച്ചതോടുകൂടി എല്ലാം തീർന്നു എന്ന് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവന്റെ തലയിൽ ആ ആണി അടിക്കുന്നത് എന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ആ ക്രൂശീകരണത്തോടുകൂടി കർത്താവ് ഭൂമിയെയും സ്വർഗത്തെയും വീണ്ടെടുക്കുകയായിരുന്നു. അതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞൊരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. ഇതാണ് പറയുന്നത്, ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അങ്ങനെ സാത്താനു പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം, ഏറ്റവും വലിയ അപജയമാണ് കർത്താവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്, അവനെ സാത്താനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ക്രൂശിലൂടെ ജനം രക്ഷിക്കപ്പെടുന്ന ഈ പദ്ധതിയോ, അന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ സഭ, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതിയോ ഉലകത്തിൽ ഒരു മനുഷ്യനും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് സാത്താൻ ഇതിന്റെ പിന്നിൽ തന്ത്രപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തത്തുല്യമായ വിശ്വാസയോഗ്യമായ വേറൊരു സംഗതി, അതായത് ഈ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ബമ്പർ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് വിൽക്കുന്ന രീതി, അത് വിറ്റുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞതാ എന്ന് പറഞ്ഞത് മാതിരി ഇതിന് മുൻപുണ്ടായിരുന്ന വാലിഡാ നറുക്കെടുപ്പ് തന്നെയാ, കേരള ഭാഗ്യക്കുറി തന്നെയാ, പക്ഷെ ഇതിന്റെ ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയതാ, അതെടുത്ത് ഇവിടെ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജനത്തെ വിശ്വസിപ്പിച്ചിരിക്കുക. അങ്ങനെ ആക്ട്സ് 2 ദൈവസഭ ആരംഭിച്ചൊന്ന് വിശ്വസിച്ചിരിക്കുക. അതിലെ തെറ്റെന്താണെന്നറിയാമോ? അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആക്ട്സ് 2 നടന്നതെല്ലാം ഇവിടെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായി. അതുകൊണ്ടാണ് മാനസാന്തരം, ജലസ്നാനം, കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കാത്തിരുന്ന് പ്രാപിക്കുക, അന്യഭാഷ, പ്രവചനം, ഇങ്ങനെയുള്ള സംഗതികൾ മുഴുവനും വന്നിട്ട് കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ കൂടെ ഈ ലോകത്തിൽ വാഴുക. ഇതൊന്നും നമ്മുടെ പദ്ധതിയേ അല്ല. കർത്താവ് 2ാമത് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ കാണത്തില്ല. അതിനു മുമ്പായിട്ട് നാം റാപ്ചറിൽ ചേർക്കപ്പെടും. കാര്യം നമ്മളെ സത്യം അറിയിക്കാതെ നമ്മുടെ കണ്ണിനത് മറച്ചിരിക്കുക. ഇത്ര ഗുരുതരമായ ഒരു തെറ്റാണ് ആ ദിവസം ആണ് സഭയുടെ ആരംഭ ദിനം എന്ന ആ ഒരു ഉപദേശത്തിൽ കൂടി വന്നിരിക്കുന്നത്.
നമുക്ക് ഈ പല വിഷയങ്ങളെയും കണ്ണടച്ചു വിടുന്നതിനാൽ അതിന്റെ ഒരു സീരിയസ്നെസ് ഒരു പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ഇവിടെ രണ്ട് വാലിഡ് പദ്ധതികളുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന രണ്ട് ദൈവിക പദ്ധതികളാണ്. ഇത് ആദിയിലും രണ്ടായിട്ട് തന്നെ നിൽക്കും, അവസാനത്തിലും രണ്ടായിട്ട് തന്നെ നിൽക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും കാണുക. അന്ന് ഒന്നേ ഉള്ളായിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു, ഒരു പുതിയ സ്വർഗം കണ്ടു എന്ന് പറഞ്ഞാൽ മതി. അവിടെയും പറയുന്നത് ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ഇന്നുണ്ടായിരുന്ന ഈ ഭൂമിയും ആകാശവും മുഴുവനും അഴിഞ്ഞു പോകും. അതിനുശേഷം ദൈവം പുതിയൊരു പുതുവാന ഭൂമി സൃഷ്ടിക്കുക. അതും രണ്ടായിട്ടാണ് സൃഷ്ടിക്കുന്നത്. കാര്യം അത് എറ്റേണിറ്റിയിൽ രണ്ടായിട്ട് തുടരും. ഇത് രണ്ടും രണ്ട് പദ്ധതിയാണ്. ഇതാ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിൽ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ അനുഗ്രഹിക്കും. ഇത് രണ്ടും രണ്ട് പദ്ധതിയാണ്. യഹൂദന്റെ പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ല നമ്മൾ. യഹൂദന് കൊടുത്ത എന്തെങ്കിലും പ്രോഗ്രാമിലൂടെ കൂട്ടിച്ചേർത്ത ഒരു ടീം അല്ല നമ്മൾ അവരോട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ തള്ളപ്പെട്ട് കിടന്നിരുന്നവരാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. യഹൂദൻ ദൈവജനമാ. അവർക്ക് സ്നാനപ്പെട്ട് അവർക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറ്റും. കാര്യം ദൈവജനമാ അവര്. നാം അങ്ങനല്ല, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ. നമുക്ക് അടുക്കാൻ പറ്റാത്തവരാ. നമ്മളെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ നനഞ്ഞ് അവിടെ ഇരിക്കുമെന്നുള്ളതല്ലാതെ രക്ഷപ്പെടത്തില്ല. പ്രൈസ് ഗോഡ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പുതുവർഷത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ വർഷം, നിങ്ങളുടെ നിത്യത നിങ്ങൾ ഉറപ്പാക്കുക. കർത്താവ് വിശ്വസ്തന. ആ കാൽവറിലെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്നു. നമ്മുടെ പാപം അവൻ കഴുകിക്കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പിൻ നാൾ വരെ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ തിരുവചനത്തിൽ കൂടി നമ്മെ പഠിപ്പിച്ചിരിക്കുക. ഇത് മനസ്സിലാക്കാതെ പാരമ്പര്യങ്ങളിലും പഴങ്കഥകളിലും പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളിലും ഒക്കെ നിങ്ങൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ വളരെ കൂളായിട്ട്, വളരെ നിസ്സാരമായിട്ട് നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് നഷ്ടമായി പോകും. സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ലെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ കാണുന്ന ക്രിസ്ത്യാനികൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ആത്മഭാരം കൊണ്ടാണ് ഈ ഒരു പ്രത്യേക ദിനത്തിൽ ഞാൻ ഈ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഞാൻ പറയുന്നതിനെ നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. പിതാക്കന്മാർ മുതലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, പഠിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് അതാ താല്പര്യമൊന്നുണ്ടെങ്കിൽ നിന്നോ, നോ പ്രോബ്ലം. പക്ഷെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഉത്തരവാദിത്വം താങ്കൾക്കാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ തിരുവചനം ആത്മാർത്ഥതയോട് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്രിസ്ത്യാനിറ്റി വേറെയാണ്, അതുപോലെ തന്നെ യഹൂദിയ പദ്ധതി വേറെയാണ്. ഇത് രണ്ടും രണ്ട് പ്രോഗ്രാമാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇത് കർത്താവിന്റെ ക്രൂശിലൂടെ നാം രക്ഷിക്കപ്പെടുന്ന മാർഗമാണ്. ഇത് യഹൂദനോട് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്ന, അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തിരുന്ന പദ്ധതി വേറെയാ. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നാം നിത്യതയിൽ എത്തത്തില്ല. ഇത് രണ്ടും രണ്ട് പദ്ധതിയാണ്. കർത്താവിന്റെ വാനമേഘങ്ങളിലെ പ്രത്യക്ഷതയിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുകയും നാം വാനമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം അവിടെ ചേർക്കപ്പെടുകയും അവിടുത്തെ കർത്താവിന്റെ ന്യായവിസ്താര സഭയിൽ നിന്നും നാം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം സ്വീകരിച്ച് നിത്യം സ്വർഗത്തിൽ വാഴും. കൂടാരമായി ഭവനം അഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. വാനമേഘങ്ങളിൽ, ആകാശത്തിൽ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ ചേർക്കപ്പെടും. ഇതെല്ലാം നമ്മുടെ പദ്ധതിയാ, ക്രിസ്തീയ പദ്ധതിയാ. യഹൂദൻ അത് പറഞ്ഞാൽ അറിയത്തില്ല. കാര്യം അത് അവന്റെ വിളിയല്ല. അവന് സ്വർഗം ഭൂമിയിലേക്ക് വരുന്ന പദ്ധതിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അത് പദ്ധതി വേറെയാണ്. സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്നത്, അതിന് നീതിയുടെ രാജാവ് നിത്യം വാഴും, അത് വേറെ പദ്ധതിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്താതെ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ സത്യങ്ങൾ മനസ്സിലാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്ത്യാനിറ്റി കൊലോസി ലേഖനം 1:26 പറയുന്നു, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്ത് പെരുന്നാളിൽ അല്ല സഭ ആരംഭിച്ചത് എന്നൊന്ന് പറയുവാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. അതിന്റെ ഒത്തിരി ഡീറ്റെയിലേക്ക് ഞാൻ കടന്നില്ല. കാര്യം എൽദോ ബ്രദർ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇലന്തൂരിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് എന്ന പേരിൽ എൽദോ ബ്രദർ കോട്ടയത്തെ ഗേറ്റ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബ്രദർ എൽദോ വർഗീസ് തന്റെ ഇലന്തൂരിലെ ബൈബിൾ ക്ലാസ് എന്ന നിലയിൽ അതിന്റെ 4-ാമത്തെ സെഷൻ 109-ാമത്തെ വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ കൂടി ഈ പെന്തക്കോസ്ത് നാളിൽ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ ദൈവസഭ ആരംഭിച്ചതെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതിന്റെ
ദൈവിക വചനത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന് അല്പം കൂടി അതിന്റെ ചില സൈഡുകൾ, അതിന്റെ വശങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. 99 വിട്ട് കളഞ്ഞിട്ട് കാണാതെ പോകുന്ന ഒന്നിനെ തേടി പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു മനുഷ്യര് പോലും ഈ സത്യം അറിയാതിരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അനേകര് നിങ്ങളെ തെറ്റിച്ച് കളയാം. നിങ്ങളോട് നിങ്ങൾ കൂടി വരുന്ന സഭ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന ദൈവദാസന്മാര് ഒക്കെ ഈ സത്യം അറിയാതെ നിങ്ങളെ ഈ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാനുള്ള ചാൻസ് വളരെ അധികമാണ്. കാര്യം അവർക്കൊക്കെ പ്രസ്ഥാനത്തെയും ഓർഗനൈസേഷനെയും ഒക്കെ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ സത്യമായിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ കാൽവറിയിൽ ആ കാഹളം ധ്വനിക്കുന്ന നാളിൽ കൈവിടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെടുക. ഈ കർത്താവിന്റെ ശരീരമാകുന്ന സഭ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കുവാനായി ദൈവം സ്വർഗത്തിൽ നിന്നും വിളിച്ച് അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. താൻ പറയുകയാണ് റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, ഫോർ ഐ സ്പീക്ക് ടു യു ജെന്റൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ജെന്റൈൽസ്. ഞാൻ ജാതികളുടെ അപ്പോസ്തലനാകിയാൽ. ദൈവം ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കി തരുവാനായി സ്വർഗത്തിൽ നിന്നും നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലനായ പൗലോസ്. റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ ഈ വിഷയത്തിന്റെ മഹത്വം എന്താണ് നമ്മളെ എഴുതി അറിയിച്ചിരിക്കുക. അതിൽ കൂടെ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ തിരുവചനം മുഴുവനും ദൈവശ്വാസീയമാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കല്ല. കവർ ടു കവർ ദൈവശ്വാസീയമാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്ന, ജാതികളായ നമ്മുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്ന പുസ്തകം റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരെയാണ്. മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും ദൈവശ്വാസീയമാണ്. നമ്മൾ ആദരിക്കേണ്ടുന്ന പുസ്തകമാണ്. ദൈവത്തിന് നന്ദി കരയറ്റുന്ന പുസ്തകങ്ങളാണ്. നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്, നീതിയിലെ അഭ്യസനത്തിന് വേണ്ടി തന്നിരിക്കുന്ന, നമ്മുടെ രക്ഷാമാർഗമായിട്ട് തന്നിരിക്കുന്ന 13 പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവിക ഉപദേശങ്ങൾ. ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലല്ല, മറിച്ച് 9-ാം അധ്യായത്തിന് ശേഷം ഗലാത്യ സഭകളുടെ കാലഘട്ടങ്ങളിലാണ് ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ ആരംഭിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആണ്ടിന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ വരുന്നല്ലോ. കർത്താവ് ശക്തമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ഈ സത്യം ഉൾക്കൊള്ളുവാൻ പ്രത്യേക കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാറാനാഥ.